വൈകുന്നേരത്തെ ചായക്ക് കടിയില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ്ങാണ്. അപ്പോൾ ഈ സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഉള്ളിവട. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത്. പലർക്കും ഇത് അറിയുന്നതായിരിക്കും, എന്നാലും ഇപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനു വേണ്ടി ഇവിടെ ഞാൻ മീഡിയം സൈസിലുള്ള 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് കടലപ്പൊടി, 1/4 കപ്പ് അരിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്താൽ മതിയാവും, കാരണം ഇതെല്ലാം കുഴഞ്ഞ് വരുമ്പോൾ കൂടുതലായി പോകും. ഇനി വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇനി ഇതൊരു 1/4 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ ഉള്ളിയിൽ നിന്നൊക്കെയുള്ള വെള്ളമെല്ലാം ഇറങ്ങി ഇത് വളരെയധികം സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ നോക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പെല്ലാം ഒന്ന് നോക്കി പാകമാണെന്ന് നോക്കാം. ഇനി ഞാനിവിടെ ഒരു ചട്ടകം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ചായിട്ട് മാവ് എടുത്തതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഉള്ളി കൂടുതലും മാവ് കുറവ് രീതിയിലാണ് നമ്മുടെ ഈ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത്. അധികം ലൂസായി പോവുകയും ചെയ്യരുത്. ഇനി ഇത് ചൂടായിട്ടുള്ളൊരു എണ്ണയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഓരോ പ്രാവശ്യം ഇതിലിടുമ്പോഴും ചട്ടകം ഒന്ന് കഴുകിയിട്ട് മാവിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഷേപ്പിൽ ഉള്ളിവട ചെയ്തെടുക്കാൻ പറ്റും. നമ്മളെ കയ്യിലൊന്നും ആവുന്ന പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ചട്ടകത്തിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് ചെയ്താലും മതി. ഇനി പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചീരയോ ക്യാബേജോ ക്യാരറ്റോ ഒക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിട്ട് കൊടുത്താൽ അവർ കൂട്ടത്തിൽ കഴിച്ചോളും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഉള്ളിവടയാവും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തിട്ടെടുക്കാനായിട്ട്, എങ്കിലേ ഇതിൻ്റെ ഉൾവശമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരത്തുള്ളൂ. നമ്മളിത് അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്രിസ്പിനെസ് ഇതിനുണ്ടാകും. മടി പിടിച്ചിരിക്കുന്ന വൈകുന്നേരങ്ങളിലൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും.